ബാങ്ക് ജീവനക്കാരനായിരുന്ന കണ്ണൻ മുക്കുവണ്ടം ബാങ്കിൽ പണയപ്പെടുത്തിയെന്ന കേസിൽ കള്ളനായി ജയിലിൽ കയറുമ്പോൾ മീനൂട്ടി അവളുടെ അമ്മയുടെ വയറ്റിൽ പൂർണ്ണ വളർച്ചയെത്തിയിരുന്നു. ദുർബലനായ മനുഷ്യൻ, ആരോടും പിണക്കമില്ല, നല്ല സ്വഭാവം. ഇതൊക്കെ കണ്ടാണ് BSc നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലക്ഷ്മി കണ്ണനുമായി പ്രണയത്തിലാവുന്നത്. പരിശുദ്ധമായ പ്രണയത്തിൽ ഒരുമിക്കുകയല്ലാതെ അവർക്ക് മറ്റൊന്നും ചിന്തിക്കാനുണ്ടായില്ല. വീട്ടുകാരുടെ എതിർപ്പുണ്ടായെങ്കിലും സമ്മതിക്കാതെ വന്നപ്പോൾ ഒളിച്ചോട്ടമല്ലാതെ വേറൊരു മാർഗം അവരുടെ മുമ്പിൽ ഇല്ലായിരുന്നു. ആ 21-കാരിയുടെ പഠിപ്പും ഭാര്യ എന്ന പട്ടം കിട്ടിയതോടെ പാതി വഴിയിലായി. വിവാഹം കഴിഞ്ഞും പഠിപ്പ് തുടങ്ങാൻ കണ്ണൻ നിർബന്ധിച്ചെങ്കിലും ജോലിയൊന്നും വേണ്ട, എനിക്ക് എൻ്റെ ചേട്ടനെയും കുട്ടികളെയും നോക്കി ജീവിക്കാനാണ് ഇഷ്ടമെന്ന് പറഞ്ഞ് മനഃപൂർവ്വം അവൾ അതിൽ നിന്നും പിന്തിരിഞ്ഞു. വിവാഹം കഴിഞ്ഞ 6-ാം മാസം പുളിമാങ്ങ തിന്നാൻ കൊതിയുണ്ടെന്ന് തന്റെ പ്രിയതമനോട് കൊഞ്ചി പറയുമ്പോൾ ആ ആലില വയറിൽ മതിയാവോളം കണ്ണൻ ചുംബിച്ചു. ഓരോ വളർച്ചയിലും താങ്ങും തണലുമായി അനാഥനായ അയാൾ അവളോട് കൂടെ ഉണ്ടായിരുന്നു. തന്റെ മാതാവിനെ പോലെ അവളെ അയാൾ പരിചരിച്ചു. ഓരോ മാസവും അവളെയും കൊണ്ട് ചെക്കപ്പിന് പോകുമ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നും പോഷകാഹാരങ്ങളും അവളെ കഴിപ്പിക്കുന്നതിൽ അയാൾ നന്നായി ശ്രദ്ധിച്ചു. പൂർണ്ണഗർഭിണിയായ അവളെയും കൊണ്ട് വളരെ സന്തോഷത്തോടെ ആ അവസാന ചെക്കപ്പിന് പോയപ്പോഴാണ് റിസൾട്ടിൽ കുഞ്ഞിന്റെ ആരോഗ്യനില വഷളാണെന്നും പൊക്കിളിൽ നിന്നും കുഞ്ഞിന് വേണ്ടത്ര പോഷകം ലഭിക്കുന്നില്ലെന്നും മനസ്സിലായത്. പെട്ടെന്ന് തന്നെ ഒരു ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ ആവശ്യപ്പെട്ടു. തുച്ഛമായ ശമ്പളത്തിൽ വിരലുകളിൽ എണ്ണാൻ കഴിയുന്ന കൈമുതലുകളെ അയാളുടെ പക്കലുണ്ടായിരുന്നുള്ളൂ. മറ്റൊന്നും ചിന്തിക്കാതെ പെട്ടെന്ന് കുറച്ച് രൂപയൊപ്പിക്കാൻ മുന്നിൽ കണ്ടത് അല്പം കാശുള്ള ആ കൂട്ടുകാരനെ ആയിരുന്നു. ഓടിച്ചെന്ന് അവനോട് കാര്യം പറഞ്ഞപ്പോൾ നുള്ളിപ്പെറുക്കി 1000 രൂപ കൊടുത്തു. ഇതേ ഉള്ളൂടാ, അവളറിഞ്ഞ ആകെ പ്രശ്നമാവും, നീ തിരികെ തരണ്ട, കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞ് പോക്കറ്റിലേക്ക് പൈസ വെച്ച് തരുമ്പോൾ കാണപ്പെട്ട ദൈവങ്ങൾ വരെ എന്നെ ചതിക്കുന്നില്ല എന്നോർത്ത് അവന്റെ മിഴികൾ നിറഞ്ഞു. എനിക്കിതുകൊണ്ട് ഒന്നും ആവില്ലടാ, നീ തന്നെ വെച്ചോ എന്ന് പറഞ്ഞ് തിരികെ പണം കൊടുത്ത ആ വീടിന്റെ പടികൾ ഇറങ്ങുമ്പോൾ കണ്ണുകളിൽ നിന്ന് ജലഗണമൂർന്ന് വീണുകൊണ്ടേയിരുന്നു. മുന്നിൽ കണ്ട മറ്റൊരു വഴി മുക്കുബണ്ടം ബാങ്കിൽ പണയം വെച്ച് പൈസ ഒപ്പിക്കുക എന്ന് മാത്രമായിരുന്നു. താനായതുകൊണ്ട് ആരും ശ്രദ്ധിക്കില്ലെന്ന് കരുതി മുക്കുബണ്ടം പണയം വെച്ച് കിട്ടിയ പണവുമായി ആശുപത്രിയിലേക്ക് അയാൾ ഓടി. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വിറയാർന്ന കൈകളാലെ അവളെ കയറ്റിവിട്ട് മനസ്സിൽ കണ്ട ദൈവങ്ങളെ മനമുരുകി പ്രാർത്ഥിച്ചു നിൽക്കുമ്പോഴാണ് ഫോൺ ശബ്ദിച്ചത്. ഫോണെടുത്ത് ചെവിയോട് പിടിച്ചതും വിലങ്ങുമായി പോലീസ് പടാവനെ വളഞ്ഞു. 4 കൊല്ലം, നീണ്ട 4 കൊല്ലത്തെ നരകയാതന കഴിഞ്ഞ് അയാൾ പുറത്തിറങ്ങുമ്പോൾ സ്വപ്നം കണ്ട് സ്വന്തമാക്കിയ വീടും പുരയിടവും മറ്റാരുടെയോ പേരിലേക്ക് മാറി. കള്ളൻ എന്ന പേരിൽ സമൂഹം അയാളെ ഒറ്റപ്പെടുത്തി. കൂട്ടുകാരൻ തന്റെ വീടിന്റെ വലിപ്പം കൂട്ടി ആഡംബരത്തിന് പോർച്ചിലെ വലിപ്പം കൂടിയ കാറുമായി അവന്റെ മുമ്പിലൂടെ പാഞ്ഞുപോയി. ഗതികേണ്ട ഗേറ്റിൽ ചെന്ന് മുട്ടിയെങ്കിലും നരഭോജിയായ ആ പട്ടിയെ കണ്ട അയാൾ ഭയന്നോടി. ഒടുവിലെപ്പോഴോ റോഡരികിലെ തെരുവ് ദൈവത്തിന്റെ അരികിൽ ചെറിയൊരു കുടിലിൽ അവളെ കണ്ടു. മെലിഞ്ഞ എല്ലും തോലുമായി വെളുത്ത് സുന്ദരിയായിരുന്നവൾ കറുത്ത് കരിവാളിച്ച് ജീർണിച്ച സാരിയിൽ നീണ്ട നാളത്തെ മുഷിയുടെ വാട ഉണ്ടായിരുന്നു. അവനെ കണ്ടപാടെ ഓടി വന്നവൾ കെട്ടിപ്പിടിച്ചു. കണ്ണുകളിൽ നിന്ന് രക്തത്തുള്ളികൾ അറന്നു വീണു. എന്റെ നെഞ്ചോട് ചേർത്ത് അവളെ സ്നേഹിക്കവേ ആ മുടിയിഴകളിൽ ഞാനൊന്ന് തഴുകി. അതിലൊരു നേർത്ത മുത്തം കൊടുക്കവേ ഞാൻ കാശി കൊടുത്ത എണ്ണയുടെ മണം നന്നേ വറ്റിയിരുന്നു. ഉറക്കമെഴുന്നേറ്റ് അമ്മ ഇതാരാന്ന് ചോദിച്ചുകൊണ്ട് മാറി നിന്ന മകളെ കണ്ടപ്പോഴാണ് അയാളുടെ ഹൃദയം തകർന്നു പോയത്. ആ കുഞ്ഞ് ശരീരത്തൊരുടുപ്പില്ല, മുടി ചിന്നിച്ചിതറി കിടപ്പാണ്. ദേഹത്ത് മുഴുവൻ മണ്ണ് പറ്റി പിടിച്ചിരിക്കുന്നു. ഞാൻ രാജകുമാരിയായി വളർത്തിയിരുന്ന എൻ്റെ മോളെ കെട്ടിപ്പിടിച്ച് അയാൾ പൊട്ടിക്കരഞ്ഞു. പിന്നെ ഒരു വാശിയായിരുന്നു ജീവിക്കാൻ. തന്നെ അറിയാത്തൊരു ഗ്രാമത്തിലേക്ക് അവളെയും മകളെയും കൊണ്ട് യാത്ര തിരിച്ചു. വാടക വീടെടുത്ത് താമസം തുടങ്ങി. നല്ല രീതിയിൽ പഠിക്കാൻ മോളെ ഒരു പ്രൈവറ്റ് സ്കൂളിൽ ചേർത്തു. ചെറിയ ചെറിയ കൂലിപ്പണികൾ കിട്ടിത്തുടങ്ങി. വശമില്ലെങ്കിൽ അയാൾ അത് പഠിച്ചു. എങ്കിലും വാടക വീട്ടിൽ മുഴുപ്പട്ടിണിയിൽ വീണ്ടും കുറേ കാലം. ജോലിക്കായി കടകളിലും ബാങ്കിലും അങ്ങനെ കുറേ സ്ഥാപനങ്ങൾ കയറിയിറങ്ങിയെങ്കിലും ഫലമുണ്ടായില്ല. കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ 10 രൂപ നോട്ടുകൊണ്ട് ഒരു ഭാഗ്യപരീക്ഷണം നടത്താൻ അയാൾ തീരുമാനിച്ചു. വണ്ടിക്കൂലിക്ക് പോലും പൈസ ഇല്ലാതെ കിലോമീറ്ററോളം നടന്ന അയാൾ വീടിന്റെ മുറ്റത്തെത്തി. എന്തോ വാങ്ങിക്കാൻ മറന്നേന്ന് തോന്നി അയാൾ തിരികെ നടന്നു. കണ്ണേട്ടാ, ഒന്ന് നിന്നേ, ഞാൻ ചോദിച്ച പൈസ കയ്യിലുണ്ടോ? വിളറി വെളുത്ത മുഖവുമായി തന്റെ ഭാര്യയുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുമ്പോൾ തിരിച്ചു മറുപടി പറയാൻ നാവ് പൊങ്ങുന്നില്ല കണ്ണിന്. ഇല്ല ലക്ഷ്മി, ബ്ലേഡാരും പൈസ ഒന്നില്ല. എന്ത് ചെയ്യുന്ന എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അയാളുടെ നെറ്റിത്തടങ്ങളിൽ വിയർപ്പണങ്ങൾ പൊടിഞ്ഞു തുടങ്ങി. ഈ നരകത്തിൽ നിന്ന് എന്താണ് ദൈവമേ ഒരു രക്ഷ? ഉറക്കെ സ്വയം പ്രാഗിക്കൊണ്ട് ലക്ഷ്മി അകത്തേക്ക് കയറി. അയാൾ വീണ്ടും തിരികെ നടക്കാൻ തുടങ്ങി. അച്ഛാ, ഒന്നിന്നേ. മുന്നോട്ട് വെച്ച കാൽ വീണ്ടും നിന്നു. മീനൂട്ടി ഓടി വന്ന് അച്ഛനെ ചുറ്റിപ്പിടിച്ചു. എന്തിനാ അച്ഛ എന്നെ പ്രൈവറ്റ് സ്കൂളിൽ ചേർത്ത്? എന്നെ സാധാ സ്കൂളിൽ ചേർത്താ പോരായിരുന്നു? ഉച്ചക്കഞ്ഞെങ്കിലും എനിക്ക് കിട്ടിയേനെ. മുട്ടോളം എത്തുന്ന ഉയരമേ ഉള്ളൂവെങ്കിലും ആ 2ാം ക്ലാസ്സുകാരിയുടെ മനസ്സ് ആകാശത്തോളം വലുതായിരുന്നു. ശപിക്കപ്പെട്ട ജന്മമാണല്ലോ എൻ്റേതെന്നോർത്ത് മകളുടെ കൈയും പിടിച്ച് അയാൾ അകത്തേക്ക് കയറി. പിറ്റേ ദിവസം ഏതോ ഒരു പാർട്ടിയുടെ ഹർത്താലായിരുന്നു.
ബ്ലേഡും കടക്കാരും ഏത് നിമിഷവും കയറി വരുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് വീട്ടിൽ നിന്നൊന്നും മാറി നിൽക്കാൻ അയാൾ തീരുമാനിച്ചു. ഹർത്താൽ കഴിഞ്ഞുള്ള പിറ്റേ ദിവസം രാവിലെ 10:00 ഫോൺ ശബ്ദിച്ചു. കുറേ തവണയായപ്പോഴാണ് സൈലന്റ് മോഡിൽ കിടന്ന ഫോൺ അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ചെറുപീടിയോടെ ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയോട് വെച്ചപ്പോഴാണ് മറുതൽക്കൽ HDFCയുടെ ബാങ്ക് മാനേജർ അക്കൗണ്ട്സിലേക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ഓർഡർ ഉണ്ട് തന്നെ സജഷൻ. പെട്ടെന്ന് ശബ്ദം നിലച്ച പോലെ കണ്ണിന് തോന്നി. താങ്ക് യു സർ. ചെറിയ വാക്കുകളിൽ ആ വലിയ മനുഷ്യനോട് അയാൾ നന്ദി പറഞ്ഞു. പ്രസാദമുള്ള ആ ചിരി കുറേ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നു. ഇനിയൊന്ന് ജീവിക്കണം, എൻ്റെ കൺമണിയെ രാജകുമാരിയെ പോലെ നോക്കണമെന്ന് അപ്പോഴാ മനസ്സ് മന്ത്രിച്ചു. പീടികയിൽ പരിചയമില്ലാത്ത ആ നാട്ടുകാരോട് കാര്യം പറയുമ്പോഴാണ് അന്നത്തെ ന്യൂസ് പേപ്പറിൽ വലിയ അക്ഷരത്തിൽ കോടിപതിയെ നാടെങ്ങും തിരയുന്നു എന്ന വാർത്ത കണ്ടത്. പെട്ടെന്ന് പേപ്പർ കയ്യിലെടുത്ത് വായിച്ചു. നയാ പൈസ ഇല്ലാത്ത ആ പോക്കറ്റിൽ തന്നെ നോക്കിച്ചിരിക്കുന്ന ഭാഗ്യ പേപ്പറിനെ കയ്യിലെടുത്ത് ആ കോടീശ്വരനൊന്ന് ചുംബിച്ചു. അതെ, അയാളുടെ ജീവിതം അവിടെ മുതൽ മാറുകയായിരുന്നു.